നോക്കാം വിശദമായി. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നെത്തുന്നു. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ പീഡിപ്പിച്ച പ്രതിയെ തിരിച്ചറിഞ്ഞു. പെൺകുട്ടി പ്രതിയെ തിരിച്ചറിഞ്ഞത് ഐഡന്റിഫിക്കേഷൻ പരേഡിലാണ്. വിവരങ്ങളുമായി മാനസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മാനസ, തമിഴ്നാട്ടിലെ മധുര സ്വദേശിയാണ് പ്രതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ പ്രതിയെ ഉപദ്രവത്തിന് ഇരയായ പെൺകുട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ്. അതുതന്നെയാണ് മനു. കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം സംബന്ധിച്ച സമഗ്ര വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ പ്രതി ഉടൻ തന്നെ പ്രതിയിലേക്ക് എത്താനുള്ള ഒരു അന്വേഷണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആകെ ഉണ്ടായിരുന്ന തെളിവ് അല്ലെങ്കിൽ തെളിവ് എന്ന് പറയുന്നത് ഈ വാഹനം മാത്രമായിരുന്നു. ആ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്. തമിഴ്നാട് സ്വദേശിയാണ്. ഇയാളെ മധുരയിൽ നിന്നുമാണ് പിടികൂടിയത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായി ടി ഫറാഷ് നൽകിയ പ്രതികരണം എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്നത് ഇത്തരത്തിൽ ഈ പ്രതിയെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിലേക്ക് വാങ്ങാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇയാൾ മാത്രമാണോ ഈ ഒരു സംഘത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഈ കേരളത്തിലേക്ക് എത്തിച്ചേർന്നത്? ഈ ലോറി ഡ്രൈവർ ആണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംബന്ധമായി ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ, പേര് വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ സാധ്യമല്ല. അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും ടി ഫറാഷ് അറിയിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് പ്രതി ഇയാൾ ആണ് എന്ന് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് ഇരയായ പെൺകുട്ടി ഇയാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പോലീസ് നടത്തിയ ഐഡന്റിഫിക്കേഷൻ പരേഡിലാണ് ഇക്കാര്യം അറിഞ്ഞത്. അതായത് പ്രതിയെ ഇര തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇയാളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് കഴക്കൂട്ടം പോലീസ് നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങളും അന്വേഷിക്കണം. ഈ കൂട്ടത്തിൽ സംശയിക്കുന്നുണ്ടോ? കാരണം ഇയാൾ ഒറ്റയ്ക്കാണോ ഇത് ചെയ്തതെന്ന സംശയം ഇപ്പോഴും ബലപ്പെട്ട് നിൽക്കുന്നില്ലേ? ഹോസ്റ്റൽ മുറിയിൽ കയറി മറ്റാരും ഇല്ലാത്ത സമയത്ത് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിൽ കൃത്യമായ ഒരു ആസൂത്രണവും നിരീക്ഷണവും ഒക്കെ സംശയിക്കുന്നില്ലേ? ആ രീതിയിലാണോ പോലീസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതുതന്നെയാണ് മനോ. ഇത്തരത്തിൽ ഉള്ള ഒരു ആസൂത്രണമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു ശ്രമത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന വിലയിരുത്തലിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും സംഘമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതായത് ഹോസ്റ്റൽ മുറിയിലൊക്കെയും ഹോസ്റ്റലുകളിൽ ഇത്തരത്തിൽ ഒരു മുറിയിലേക്കൊക്കെയും തന്നെ കയറുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ, അതിന് എന്തായാലും തന്നെ ഒരു നിരീക്ഷണമോ അല്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ട പരിശ്രമമോ ഒക്കെ തന്നെ വേണ്ടിവരും. അതൊക്കെയും തന്നെ ഇയാൾ നടത്തിയിട്ടുണ്ടോ എന്നത് അറിയേണ്ടതുണ്ട്. ഇയാൾ ലോറി ഡ്രൈവറാണ്. അങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ ലഭിച്ച പ്രാഥമിക വിവരം എന്ന് പറയുന്നത്. പോലീസിന്റെ കയ്യിൽ ഈ ഒരു പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ച ഒരു പ്രവണതയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള കുറ്റസമ്മതം പ്രതി നടത്തിയിരുന്നു. പിന്നാലെയാണ് ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളും കോടതിയിലേക്ക് ഹാജരാക്കേണ്ടതുണ്ട്. ശേഷം കസ്റ്റഡിയിൽ വാങ്ങണം, വിശദമായി ചോദ്യം ചെയ്യണം. മറ്റു കാര്യങ്ങളിലേക്കുള്ള ഒരു വ്യക്തതയും ഇതോടൊപ്പം തന്നെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു മാനസ, പക്ഷേ അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ഈ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ്? അന്വേഷണ ഉദ്യോഗസ്ഥർ അതിനെക്കുറിച്ച് നമ്മളോട് ഏതെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിരുന്നോ കാര്യങ്ങൾ? അതുതന്നെയാണ് 17-ാം തീയതി പുലർച്ചെയാണ് ഇത്തരത്തിലൊരു പരാതി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. പുലർച്ചെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നു. മാത്രമല്ല, പെൺകുട്ടിക്ക് പ്രതിയെ കാണാൻ പറ്റിയ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റിയ ഒരു രേഖകളോ അല്ലെങ്കിൽ ഒരു തെളിവുകളോ പെൺകുട്ടിയുടെ കൈവശം ഉണ്ടായിരുന്നില്ല എന്നതും അവിടെ ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും CCTV ദൃശ്യങ്ങളും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ പോലീസിന് ഈ വാഹനം മാത്രമായിരുന്നു ഏക തെളിവായി ഉണ്ടായിരുന്നത്. അങ്ങനെ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി തമിഴ്നാട് സ്വദേശിയാണെന്നും ലോറി ഡ്രൈവറാണെന്നും അറിയുന്നത്. ഉടൻ തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി മധുരയിൽ നിന്നും ഇയാളെ പിടികൂടുകയായിരുന്നു. പെട്ടെന്ന് തന്നെ, അതായത് സംഭവം നടന്ന് പിറ്റേ ദിവസം തന്നെ ഇയാളിലേക്ക് പോലീസിന് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും എടുത്തു പറയേണ്ടത്. പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലും പ്രതിയെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. മുഖം മറച്ചൊക്കെയും തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടുവന്നത്. ശേഷമാണ്
മാധ്യമങ്ങളോട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ടി ഫറാഷ്യ സംസാരിച്ചത്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെയും തന്നെ അറിയേണ്ടതുണ്ട്. അതിനായുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്, അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. സമഗ്രമായ ഒരു അന്വേഷണം തന്നെ വേണം. കാരണം ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവണത, ശ്രമം, ഇതൊക്കെയും തന്നെ സുരക്ഷിതത്വമില്ലായ്മയൊക്കെയും തന്നെ ബാധിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം തന്നെ നടത്താനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ്. ഒപ്പം ഹോസ്റ്റലുകളിലേക്കും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളൊക്കെയും തന്നെ നൽകിയിട്ടുണ്ട്. അതായത് എല്ലാ നിർദ്ദേശങ്ങളും അതത് സമയം മുൻപും നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം കൂടി നടന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ എല്ലാ ഹോസ്റ്റലുകളിലേക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു മുൻകരുതൽ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഏതായാലും അന്വേഷണത്തിന്റെ ഭാഗമായി തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. മനു.